ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ തേങ്ങാപ്പാലും കിഴങ്ങും ചേർത്തുള്ള ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കറിക്ക് എടുത്തിരിക്കുന്നത് 1.5 കിലോ ചിക്കനാണ്. ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇനി ഇത് മാരിനേറ്റ് ചെയ്യുകയാണ്. മാരിനേറ്റ് ചെയ്യുന്നതിന് എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും എടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്ത് ഇറച്ചിയിൽ പുരട്ടണം. കൈകൊണ്ട് ഈ മസാലപ്പൊടി ഇതിൽ പുരട്ടി വെക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് മൂടി 1 മണിക്കൂർ നേരത്തേക്ക് ഞാൻ മാറ്റി വെക്കുകയാണ്. കറി വെക്കാൻ തുടങ്ങുകയാണ്. ഈ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായി ഇതിലേക്ക് ഞാൻ 3 മീഡിയം സൈസിലുള്ള സവോളയാണ് ചേർക്കുന്നത്. ഈ വെള്ള സവോളയ്ക്ക് പകരം ചുമല സവോള വേണമെന്ന് വരികിലും ചേർക്കാം. ഇനിയും ഇതിലേക്ക് 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, 6 വെളുത്തുള്ളി, ഇത് വലിയ വെളുത്തുള്ളിയാണ്, അതും നീളത്തിൽ അരിഞ്ഞത്, 4 പച്ചമുളക് രണ്ടായിട്ട് മുറിച്ച് പിളർന്നെടുത്തത്, 2-3 തണ്ട് കറിവേപ്പില, ഇത്രയും ചേർത്ത് വഴറ്റണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റണം. സവോള 5-6 മിനിറ്റ് വഴറ്റി ഇനി ഞാൻ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ചേർക്കുകയാണ്. മാരിനേറ്റ് ചെയ്ത പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതും കൂടെ ഇതിലേക്ക് ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കണം. ഇനിയും മൂടി വെച്ച് വേവിക്കണം. ചിക്കൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഞാനൊരു 1/4 കപ്പ് വെള്ളം മാത്രമേ ഇതിൽ ഒഴിച്ചുള്ളൂ. ഇനി ചിക്കൻ ഒരുമാതിരി വേകാറായി കഴിയുമ്പോൾ വേണം ഇതിൽ കിഴങ്ങ് ചേർക്കാൻ. 10-12 മിനിറ്റായി ഇത് വേകാൻ തുടങ്ങിയിട്ട്. ഒരുമാതിരി അത് വെന്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് വേണം ഇതിലേക്ക് കിഴങ്ങ് ചേർക്കാൻ. ഇതൊരു വലിയ കിഴങ്ങ് മുറിച്ചെടുത്തതാണ്. കിഴങ്ങും കൂടെ ചേർത്ത് ഇളക്കി മൂടി വെച്ച് ഇവിടെ വേവിക്കണം. കിഴങ്ങ് ചേർത്തതിന് ശേഷം ഒരു 12 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. കിഴങ്ങും ഇറച്ചിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഞാൻ ഇനി സ്റ്റൗവിൽ നിന്നും മാറ്റി ഇതിൽ ഇച്ചിരി കടുക് താളിച്ച് ചേർക്കുകയാണ്. സ്വല്പം മസാലയും കൂടെ ഇതിൽ ചേർക്കാനുണ്ട്. കടുക് താളിച്ച് ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സ്വല്പം മല്ലിപ്പൊടിയും കൂടെ മൂപ്പിച്ച് ചേർക്കുന്നുണ്ട്. അതിന് ഈ പാത്രത്തിൽ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതിൽ ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഈ മസാല മൂപ്പിക്കുമ്പോൾ മിക്സ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് നമ്മൾ എണ്ണയിലിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് പൊടി കരിഞ്ഞു പോകുകയില്ല. ഇത് ഞാൻ മാറ്റി വെക്കുകയാണ്. ഈ ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുകാണ് ഇടുന്നത്. ഒരു ഉണക്കമുളക് മുറിച്ചത്, 1 തണ്ട് കറിവേപ്പില, ഇനി ഇതിലേക്ക് ഞാൻ വെള്ളത്തിൽ കുഴച്ച് വെച്ച മല്ലിപ്പൊടി ചേർക്കുകയാണ്. മല്ലിപ്പൊടിയുടെ പച്ചച്ചുവ മാറുന്നിടം വരെ വഴറ്റിയെടുക്കണം. മല്ലിപ്പൊടി ഇട്ട് ഒരു 4-5 മിനിറ്റ് വഴറ്റി ഇനി ഇതിലേക്ക് ഞാൻ 2 ചെറിയ ടൊമാറ്റോ അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഈ ടൊമാറ്റോയും കൂടിയിട്ട് നന്നായിട്ട് അരപ്പ് മൂപ്പിച്ചെടുക്കണം. ടൊമാറ്റോ ചേർത്തതിൻ്റെ ശേഷം ഒരു 8 മിനിറ്റോളം വഴറ്റിയിട്ടുണ്ട്. നോക്കിയാൽ അതിൻ്റെ എണ്ണ തെളിഞ്ഞു വരുന്നത് കാണാം. ഇതുപോലെ നന്നായിട്ട് മൂപ്പിക്കുകയാണെങ്കിൽ ആ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയും ഇതിലേക്ക്
കുറച്ച് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ഇത് ക്യാൻഡ് കോക്കനട്ട് മിൽക്കാണ്. 1.5 കപ്പ് തേങ്ങാപ്പാൽ ഇതിൽ ചേർത്തിട്ടുണ്ട്. ചെറുതായിട്ട് ചൂടായി. ഇനി ഇത് ചിക്കൻ കറിയിലേക്ക് ചേർക്കുകയാണ്. അപ്പം ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ 2 കപ്പ് തേങ്ങാപ്പാൽ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളയ്ക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇനിയും ഇതിൽ ഉപ്പ് വേണമെന്ന് വരികിൽ ചേർക്കാം. ഞാനിതിന് ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഇതിന് ഉപ്പ് സ്വല്പം കുറവാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനിഗർ, കറിവേപ്പില, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, ഈ കറിക്ക് ആവശ്യത്തിന് എരിവും ഉപ്പും എല്ലാം ഉണ്ട്. ഇനിയും സ്റ്റൗ ഓഫ് ആക്കുകയാണ്. അപ്പത്തിനും ചോറിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഈ റെസിപ്പിയിൽ ഈസ്റ്ററിന് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക.